Then we all stand on our feet. 86 സങ്കീർത്തനം, Psalm number 86. 86 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഹല്ലേലൂയ. Psalm number 86. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ, ചെവി ചായിക്കണമേ, എനിക്ക് ഉത്തരം പറയണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നതിനോടൊക്കെയും മഹാദയാലുമാകുന്നു. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കൂ. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്നോടുള്ള നിന്റെ ദയ വലുതല്ലയോ? നിന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുള്ളവനും തന്നെ. ഒടുവിൽ 2 വാക്കിൽ ചേർന്ന് വായിക്കാം. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. ദാസന്റെ ശക്തി തന്ന് ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ ഭയക്കുന്നവരെ കണ്ട് രക്ഷിക്കേണ്ടതിന് നന്മയ്ക്കാവരടയാളം എനിക്ക് തരണമേ. നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്ന നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്താം. ദൈവം ചെയ്ത പ്രവൃത്തികൾക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ ഭയക്കുന്നവരെ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കാവരടയാളം എനിക്ക് തരണമേ. ഇന്ന് പൽക്കാലം നന്മയ്ക്ക് വേണ്ടി അടയാളം വീണ്ടും തരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാം നന്മ അനുഭവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ കർത്താവിനെ വാഴ്ത്തുവാനിടയായി തീരട്ടെ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ സഹായത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ഞാൻ അനുഭവിച്ച രോഗങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവേ, അവിടുത്തെ സഹായത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരുന്നതിനാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്ന നിന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ക്ഷീണങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മളെ താങ്ങി നിർത്തിയില്ലേ? അല്പസമയം മധുരം തുറന്ന് കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയെങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. കർത്താവ്, എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നിന്റെ കൃപയില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എൻ്റെ അവസ്ഥയോട് കൃപ കാണിക്കണമേ. ഓ ഹല്ലേലൂയ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ ദാസന്മാരുടെ പ്രത്യേകത എന്താണ്? ദാസന്മാർക്ക് ദൈവം എന്ത് കൊടുക്കും? എന്ത് കൊടുക്കും? ശക്തി കൊടുക്കും. ഹല്ലേലൂയ. ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. ശക്തി തന്ന്, ശക്തി തന്ന്. ഇന്ന് കാലം എന്ത് ചെയ്യണമെന്നിരിക്കാതെ വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. എത്ര പേര് ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കുക? ലോകത്തിൻ്റെ ശക്തിയുടെ പുറകെ പോയാൽ ലജ്ജിച്ചു പോകുവാൻ സംഗതി വരും കേട്ടോ. ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിന്നോട് പറയും, ഞാൻ നിന്നെ ബലപ്പെടുത്തിയേക്കാം, ഞാൻ നിന്നെ സഹായിച്ചേക്കാം, ഞാൻ നിനക്ക് വേണ്ടി കരുതിയേക്കാമെന്ന് പറയുന്ന വാഗ്ദാനങ്ങളുടെ പുറകെ അല്ല നാം പോകേണ്ടത്. ഇല്ല, എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എൻ്റെ വലങ്കരം പിടിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ കരമുണ്ട്. അതിനോടൊപ്പം വരുവാൻ മറ്റൊരു കരങ്ങൾക്കും സാധ്യമല്ല.
അതിനോടൊപ്പം സഞ്ചരിക്കുവാൻ മറ്റൊരു കരങ്ങൾക്ക് സാധ്യമല്ല. എല്ലാം ക്ഷീണിച്ചു പോകുന്നതാണ്, അസ്തമിച്ചു പോകുന്നതാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ ശബ്ദം ഉയരുന്നെങ്കിൽ നിശ്ചയമായ അവസ്ഥകളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മഹാദയ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരോ. പ്രാർത്ഥനാ ശബ്ദം ഉയരുന്ന കർത്താവേ, നീ ഞങ്ങളോട് കൃപ കാണിക്കണമേ, ഞങ്ങളുടെ അവസ്ഥകളോട് കൃപ കാണിക്കണമേ, ദയ കാണിക്കണമേ. ഞങ്ങളുടെ നീ വിശ്വസ്തതയുള്ള ദൈവമാണ്. അങ്ങോട്ട് പ്രവർത്തിക്കായി ഞങ്ങളുടെ ദൈവങ്ങളിൽ താഴ്മയോട് നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ വീണ്ടും ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചറിയുവാൻ, വിശ്വസ്തത അനുഭവിച്ചറിയാനിടയായിത്തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തിക്കൊടുത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവേ നീ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവേ ഞങ്ങൾ എവിടുന്ന് പഴി നടത്തിയല്ലോ. രോഗങ്ങളുടെ നടുവിനെ ജീവിതങ്ങൾ കർത്താവ് രോഗങ്ങളിൽ പ്രയാസങ്ങളിലുമായിരുന്നു. ഒരുപാട് ദുഃഖത്തായ കർത്താവ് ായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങനെ കർത്താവ് പ്രിയപ്പെട്ട അനേക രോഗികളായി ഭവനങ്ങളിലായിരുന്നെങ്കിലും കർത്താവ് ഇത്രത്തോളം ആശ്വാസങ്ങളെ കൊടുത്തു, വിടുതലിനെ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മരുന്നിനേക്കാൾ വൈദ്യനേക്കാൾ ഉയരത്തിലെ വൈദ്യൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ആശ്വാസങ്ങൾക്കായി സ്തോത്രം. അനേകരും മരുന്ന് കഴിച്ചിട്ടും അവരുടെ രോഗത്തിന് വ്യത്യാസമില്ലാതെ അനേകർ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ കർത്താവെ, മരുന്നിൻ്റെ ശക്തി കൊണ്ടല്ല ഞങ്ങൾ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കുന്നത്, മരുന്നിൻ്റെ ബലം കൊണ്ടല്ല ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഞങ്ങളെ ബലപ്പെടുത്തി അകമേ അവിടുത്തെ ശക്തി പകർന്നു തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Oh, we have only one desire, Lord, in our life, hallelujah, to stand for you, Lord, hallelujah. Oh, let us proclaim your good news, hallelujah. കർത്താവേ, അങ്ങ് ചെയ്ത പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ നാവിൻ്റെ കർത്താവിൻ്റെ കൃപ അധികമായി പകരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവരുടെ മേലും കർത്താവിൻ്റെ പ്രവൃത്തി അയക്കണം കർത്താവേ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കർത്താവേ, ഞങ്ങളുടെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവ്. പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തി സന്തോഷിപ്പാൻ ഇന്ന് വൽക്കാലം ഇടയാക്കിയാട്ടെ. തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന ജാതിയോട് കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ വാഴ്ത്തി ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പോലെ കാലം കൂടെ നമുക്ക് ദൈവസന്നിധി കടന്നു വരുവാൻ, ദൈവം ചെയ്ത കൃപകളെ ഓർക്കുവാൻ, കർത്താവ് നടത്തിയ വിധങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനായി ദൈവസന്നിധി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. കിടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികളായിട്ട് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് മുഖാന്തരം കുഞ്ഞുങ്ങളും വലിയൊരു ഒക്കെയും രോഗികളായി ഭവനങ്ങളിലായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ടവർക്കെയും കർത്താവ് ആശ്വാസങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റു പല പ്രിയപ്പെട്ടവരും രോഗികളായ ഭവനങ്ങളിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ആശാന്റെ സിസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ നാട്ടിൽ കടന്നു പോകാനിടയായി പിതാവിൻ്റെ കർത്താവ് ശാന്തി കൂടെ ഇരിക്കട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് വഴി നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശനി സിസ്റ്ററിൻ്റെ പിതാവും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരം പിതാവ് ഭവനത്തിൽ ക്ഷീണനായി രോഗിയായിട്ട് വളരെ ദിവസങ്ങളായി ബെഡ്രിഡനായിട്ട് കിടക്കുകയായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം പിതാവിൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാനിടയായി. കുടുംബത്തെ ഓർത്ത് ആശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് ചെയ്ത കൃപകൾക്ക് നന്ദി അർപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുവാൻ ഇന്ന് പൽക്കാലം ഇടയായി തീരട്ടെ. ഒടുവിലായിട്ട് നമുക്ക് PIPയുടെ മീറ്റിംഗ് ഉണ്ട്. കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങി പ്രോഗ്രാമുകൾക്കായി കടന്നു വന്നിരിക്കുന്നു. എല്ലാം ഉചിതം സ്വന്തവുമായി ദൈവത്തെ പരിശുദ്ധമാവ് നമ്മളെ ഗഡിയുമാറാട്ടെ. ആരംഭ സമയങ്ങളിൽ തന്നെ ദൈവജനം ശ്രവിച്ച് നമുക്ക് ആരാധനയിലേക്ക് കടപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് അല്പമായി ചിന്തിച്ച് ദിവ്യമാലതിൻ്റെ ശബ്ദത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനിടയായി തീരട്ടെ. 86 സങ്കീർത്തന നമ്പർ 86. നമ്മൾ പലപ്പോഴും സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ്. 86 സങ്കീർത്തനം. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കുക, 1-2 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ, പശ്ചാത്തലത്തിൽ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഒരു പ്രയറാണ് ഈ സങ്കീർത്തനം. ഉടനീളം നമ്മൾ പഠിച്ചു നോക്കിയാൽ, ഗ്രഹിച്ചു നോക്കിയാൽ
പ്രാർത്ഥനയുടെ വിവിധ അനുഭവങ്ങളെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയമായ അനുഭവങ്ങളെ ഏറ്റെടുക്കുവാനായി കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആ വചനം വായിച്ചത്, യഹോവേ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമല്ലണമേ. രണ്ട് കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്ന എന്താണ്? യഹോവേ ചെവി ചായ്ക്കണമേ, പിന്നെ എനിക്ക് ഉത്തരമല്ലണമേ. രണ്ട് കാര്യങ്ങൾ ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. ഒന്ന് ചെവി ചായ്ക്കണമേ, ഒന്ന് എനിക്ക് ഉത്തരമല്ലണമേ. അപ്പം ദൈവം നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ചെവി ചായ്ച്ചാൽ എന്തുണ്ട്? അതിനുത്തരമുണ്ട്. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞാൽ അതിനെന്തുണ്ട്? മറുപടി ഉണ്ട്. ചിലപ്പം ചില കാര്യത്തിന് വേണ്ടി നാം ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്കിലും ആ പ്രാർത്ഥനയ്ക്കകത്തൊരു കാര്യമുണ്ട്, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഇനിയും അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഒന്നും കൂടെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ഒരു ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് പ്രവേശിക്കുന്ന രണ്ട് വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവമാണ് ഇവിടെ കണ്ടത്. ആ വ്യക്തി എങ്ങനെയാണ്? ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവസന്നിധിയിലെ ദൈവത്തോടടുത്ത് വരുമ്പോൾ, ദൈവ സാന്നിധ്യത്തോടടുത്ത് വരുമ്പോൾ, ദൈവകൃപയോടടുത്ത് വരുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ വിഷയങ്ങളുമായി പകർന്നു വരുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ രണ്ട് ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിൽ എളിയവനും ദരിദ്രനുമെന്ന് പറയുമ്പോൾ ഒന്നും നാം മറന്നു പോകരുത്. ദാവീദിനെ ദൈവം എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? വനത്തിൽ നിന്ന്, കുപ്പയിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്ന? രാജസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ എങ്ങനെ പറയുകയാണ്? ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാനിപ്പം ആയിരിക്കുന്ന പൊസിഷനിനകത്ത്, ഞാനിപ്പം ആയിരിക്കുന്ന പൊസിഷനിൽ എന്നെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. എനിക്ക് നല്ലൊരു സ്ഥാനം ലഭിച്ചു, എനിക്ക് നല്ലൊരു ഉദാഹരണം ലഭിച്ചു. പണ്ടത്തെ എൻ്റെ നടപ്പ്, പണ്ടത്തെ എൻ്റെ രീതി, അതെല്ലാം വലിയ വ്യത്യാസങ്ങൾ വന്നു. എൻ്റെ അവസ്ഥകൾക്കെല്ലാം വലിയ ഭേദം വന്നു. എന്നാൽ ആ അവസ്ഥയിലൊന്നും താൻ ആശ്രയിക്കാതെ, ആ അവസ്ഥയിലൊന്നും കയറി മുറുകെ പിടിക്കാതെ, ആ അവസ്ഥയ്ക്കകത്തൊന്നും താൻ ആശ്രയിച്ച് അതിൽ തന്നെ നിൽക്കാതെ, അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു വ്യക്തിപരമായ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം, കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവീയ കൽപ്പനകളെ അനുസരിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ വലിയ ഭാഗ്യാവസ്ഥ, പ്രൈസ് ദി ലോർഡ്, അനേകർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അനേകർക്ക് ഈ സത്യത്തെ, അവരുടെ ഉള്ളിൽ ഈ പ്രകാശം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ വിലയേറിയ അനുഭവത്തെ ഹല്ലേലൂയ മറ്റൊരു അനുഭവത്തിൻ്റെ മുമ്പാകെയും ഹല്ലേലൂയ അതിനെ വില കുറച്ച് കാണുകയല്ല. ഞാൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോഴപ്പാ ആ താഴ്മയോടെ, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്നെ അതിനു വേണ്ടി യോഗ്യതയാക്കി തീർത്ത കൃപകൾക്ക് വേണ്ടി എപ്പോഴും നാം ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥകളെ ദൈവസന്നിധിയിൽ ഞാൻ പകരേണ്ട പോലെ പകർന്നുകൊണ്ട്, ഞാൻ ആകേണ്ട പോലെ ആയിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഹല്ലേലൂയ. അവിടെ പിന്നെയും താൻ ഒരുപാട് വേഴ്സസ് അവിടെ പറയുന്നുണ്ട്. എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. The nature of the humility, the character of the humility, അതവിടെ എക്സ്പോസ് ചെയ്യുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. ഈ ഹ്യൂമിലിറ്റി 1 തൊട്ട്
ഹല്ലേലൂയ 2 ഹല്ലേലൂയ 3 ഹല്ലേലൂയ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് താഴ്മയോടെ ദൈവസന്നിധിയിൽ പറയുകയാണ്, എൻ്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. നിന്നിലാണ് എൻ്റെ ആശ്രയം, നിന്നിലാണ് എൻ്റെ ധൈര്യം. ഞാൻ ഈ ഭൂപരപ്പിലായിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥകളിലോ നന്മകളിലോ മറ്റെന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും, മറ്റെല്ലാ കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും പുറകിലുണ്ടെങ്കിലും അതിലൊന്നുമല്ല ഞാൻ കാത്തിരിക്കുന്നത് നിന്നിലത്രേ എൻ്റെ ബലം, നിന്നിലത്രേ എൻ്റെ ധൈര്യം എന്ന് ഇത്ര പേർക്ക് ഇന്ന് വാൽക്കാലം പറയാൻ സാധിക്കും. മറ്റൊന്നിലുമല്ല എൻ്റെ ആശ്രയം ദൈവത്തിലാണെന്ന് ഹല്ലേലൂയ പറയാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ക്രിസ്തുവിൽ കേന്ദ്രീതമായി മുന്നോട്ട് പോകാനിടയായി തീരോ. ഓ ഹല്ലേലൂയ. ദാവീദോടെ പറയുകയാണ്, ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. അവിടെ പിന്നെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ചില അനുഭവങ്ങളെ, ദൈവമായിട്ടുള്ള അനുഭവങ്ങളെ അവിടെ 5 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവാകുന്നു. കർത്താവേ നീ ആരാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. നീ ആരാണ്? നീ നല്ലവനാണ്, നീ ക്ഷമിക്കുന്നവനാണ്. യു ആർ എ ഫോർഗീവിംഗ് ഗോഡ്. ഓ, യുവർ ഗുഡ്നെസ്, യുവർ ഫോർഗീവ്നെസ്. ഓ ലോർഡ്, oh Lord, your goodness, your forgiveness, hallelujah, for Lord art good and ready to forgive and plenteous in mercy unto all them that call upon thee. He is plenteous in his mercy. ആ ദൈവത്തിൻ്റെ കൃപകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നിട്ടുണ്ടോ? കർത്താവേ നീ നല്ലവൻ, എൻ്റെ അവസ്ഥകളിൽ നീ നല്ലവൻ, എൻ്റെ അവസ്ഥകളിൽ നീ ആരാണ്? നീ ക്ഷമിക്കുന്നവൻ, നിന്നോട് അപേക്ഷിക്കുന്നവരൊക്കെ നീ ആരാണ്? നീ മഹാദയാലുവാകുന്നു. യഹോവേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. 7-ാം വാക്യത്തോടെ കാണാൻ, നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ആ ധൈര്യത്തിൻ്റെ പൂർണ്ണതയാണ് അവിടെ വെളിപ്പെടുന്നത്. ഭാഗികമായൊരുറപ്പല്ല, ഭാഗികമായ ഒരനുഭവമായി മാറ്റപ്പെടുകയല്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, ധൈര്യത്തിൻ്റെ ഒരു ഉറപ്പോടെ വെളിപ്പെടുന്നു. എന്താ ഉറപ്പ്? നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുമെന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ ചാർച്ചക്കാരനോട് വിളിച്ച് ചോദിക്കുമെന്നല്ല പറഞ്ഞത്. ആ ചാർച്ചക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ എന്തുണ്ട്? പരിമിതികളുണ്ട്. കഷ്ട ദിവസത്തിൽ ചിലപ്പോൾ ലഭിക്കുന്ന ഡയറക്ഷൻ അത് ഹല്ലേലൂയ നല്ല ഡയറക്ഷനായി തീർന്നെന്നിരിക്കത്തില്ല. എന്നാൽ കഷ്ട ദിവസത്തിൽ എൻ്റെ വിഷയത്തിനകത്ത് എന്നോട് കൂടെ എന്നെ സഹായിപ്പാൻ അവൻ മതിയായവനാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന കഷ്ട ദിവസത്തിനകത്ത് ആര് നിങ്ങളെ ഉറപ്പിക്കും, ആര് നിങ്ങളെ ധൈര്യപ്പെടുത്തുമെന്ന് എത്ര ശക്തി പറഞ്ഞാലും ഇല്ല. അതൊക്കെ മാറിപ്പോകുവാൻ സാധ്യതയുണ്ട് കേട്ടോ, അതൊക്കെ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിനകത്തൊന്നും ഒരു ഉറപ്പുമില്ല കേട്ടോ. എന്നാൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കിന്ന് വേൽക്കാലം സന്തോഷിപ്പാൻ ഇടയായി തീരട്ടെ. അവൻ ആരാണ്? ഹല്ലേലൂയ. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. സന്തോഷ ദിവസത്തിൽ ചിലപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും. എന്നാൽ കഷ്ട ദിവസത്തിനകത്ത്, വേദനയ്ക്കകത്ത്, രോഗത്തിനകത്ത്, ക്ഷീണത്തിനകത്ത്, നെടുവീർപ്പിനകത്ത്, മറ്റാരും കാണാത്ത വേദനയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ഇല്ല, അവൻ എന്നെ കരം പിടിച്ച് ഹല്ലേലൂയ അവൻ എന്നെ നടത്തുന്ന ദൈവമാണ്. എൻ്റെ കഷ്ട ദിവസത്തിൽ ഇങ്ങനെ ആശ്രയിച്ച ഹല്ലേലൂയ, ഇങ്ങനെ ആശ്രയിച്ച കഷ്ട ദിവസത്തിൽ മറ്റാരും സഹായിക്കാനില്ലാത്തതിനകത്ത് ദൈവകൃപയെ ആശ്രയിച്ച ദൈവഭക്തന്മാരുണ്ട്.
കർത്താവിനെ ഹല്ലേലൂയ കഷ്ട ദിവസത്തിനകത്ത്, ബുദ്ധിമുട്ടിനകത്ത് കർത്താവിനെ സ്വാഗതം ചെയ്ത്, കർത്താവിനെ വെൽക്കം ചെയ്ത വ്യക്തികളെ നമുക്ക് ഹല്ലേലൂയ കാണാൻ സാധിക്കും. അവരുടെ ജീവിതം എങ്ങനെയായി തീർന്നറിയാമോ? കർത്താവിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം എന്തെന്നില്ലാത്ത ആനന്ദമായി, സന്തോഷമായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മുടെ അന്തരീക്ഷത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മാറ്റുവാൻ ആ കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരുവൻ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ഒരു നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ കർത്താവിനെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, തൻ്റെ അവസ്ഥയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ വെൽക്കം ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ, ഹല്ലേലൂയ ഹൃദയംഗമായി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തെ ഹല്ലേലൂയ തൻ്റെ പ്രവർത്തന മേഖലയെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ബുദ്ധിമുട്ടിനകത്ത്, പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെട്ടു. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് വേഗത്ത് കടന്നു വരാം. ഹല്ലേലൂയ. One of hallelujah the person who has gave his life to Lord. Hallelujah. Moreover, what all things in his life he has given the chance to Jesus. Hallelujah. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ പ്രവേശനത്തിന് വേണ്ടി, കർത്താവിൻ്റെ അംഗീകാരത്തിന് വേണ്ടി, യേശുവിൻ്റെ അധികാരത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ, തൻ്റെ പ്രവർത്തന മേഖലയെ വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു മാറ്റം അവൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചു കേട്ടോ. നാം വരാൻ പോവുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക്. Can we all look unto hallelujah Luke chapter 5. Hallelujah. ആ വ്യക്തിയെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാനിടയായി. Luke chapter 5 verses 8. Anyone of you can read Luke chapter 5 verses 8. ആ ഭാഗം മാത്രം, 8ാം വാക്യം മാത്രം വായിക്കാം ആദ്യമായി. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. മതി. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്കറിയാം ഇതിൻ്റെ അന്തരീക്ഷം എവിടെയാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം യേശു കർത്താവ് പുരുഷാരവുമായി ദൈവനം ഹല്ലേലൂയ സംസാരിക്കേണ്ടതിന് എവിടെയാണ്? ഗനസരയത്ത് തടാകത്തിൻ്റെ കരയിൽ കർത്താവ് വചനം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്രകാരം ശീമോൻ പത്രോസിൻ്റെ പടകിലേക്ക് കർത്താവ് പ്രവേശനം ചെയ്യുവാനിടയായത്. എന്നാൽ കർത്താവ് ഇവിടെ പ്രവേശനം ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അതിനു വേണ്ടി ഒരവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ചോദിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുമ്പത്തെ ഭാഗങ്ങളിലുണ്ട്. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, അവൻ എന്ത് ചെയ്തു? ശീമോനോട് എന്ത് ചെയ്തു? അവൻ അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ശീമോനോട് അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? കരയിൽ നിന്ന് അല്പമായി ഈ ബോട്ടൊന്ന് നീക്കിത്തരണമെന്ന് അവൻ ശീമോനോട് അപേക്ഷിച്ചു. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ചിന്തിക്കാം. ഞങ്ങൾ ഈ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് വേണമെങ്കിൽ ശീമോന് ചോദിക്കുവാനുള്ള എല്ലാ സാധ്യതയും മുമ്പിലുണ്ട്. പടകിൻ്റെ ആവശ്യങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ് ശീമോന്. അവൻ്റെ ജീവിതത്തിൽ നാളുകളായിട്ട് ഈ തൊഴിൽ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളിൽ ഹല്ലേലൂയ അവൻ വളരെ ശ്രദ്ധാലുവുമായൊരു വ്യക്തിയാണ്. എന്നാൽ വേണമെങ്കിൽ എനിക്ക് സമയമില്ല, ഐ ഹാവ് മോർ തിങ്സ് ടു ഡു ഫോർ മൈ ലൈഫ്, അല്ലെങ്കിൽ എനിക്ക് ഇനി അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കിനി സമയം കുറവുണ്ട് എന്നും പറഞ്ഞ് കർത്താവിനെ അവിടെ നിന്ന് ദൈവപ്രവൃത്തി അവോയ്ഡ് ചെയ്ത് വേണമെങ്കിൽ വിടാമായിരുന്നു. എന്നാൽ ഈ അപേക്ഷ അവൻ എന്ത് ചെയ്യുകയാണ്? ഈ അപേക്ഷ അവൻ സ്വീകരിപ്പാൻ തയ്യാറായി.
പലപ്പോഴും ദൈവവചനം ഹല്ലേലൂയ നാം കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ദൈവം നമ്മളോട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ചില റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് ഉടനെ അതുപോലെ എനിക്കൊന്ന് കെട്ടിയിറക്കി തരണം, വലിയൊരു മിറാക്കിൾ എനിക്ക് നടക്കണം. അല്ല, ഈവൻ ജീസസ് ഈസ് ഓൾവേസ് റിക്വസ്റ്റിംഗ് അസ് ടു ഡു ഫോർ ഹിസ് വിൽ. അവൻ്റെ പദ്ധതിക്ക് വേണ്ടി, അവൻ്റെ പ്ലാനിന് വേണ്ടി പലപ്പോഴും നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കാറില്ല. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ശീമോന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിൽ കൂടെ ഞാൻ ധ്യാനിച്ചപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ അപേക്ഷയ്ക്ക് വേണ്ടി അവൻ മുഴുവനായിട്ട് ഹല്ലേലൂയ ആ പടകിനെ കൊടുക്കുവാൻ അവൻ തയ്യാറായി. ആ ആരംഭത്തിലെ സ്റ്റെപ്പിൽ തന്നെ ഒരു ദൈവികമായ അനുഭവത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവസാനിച്ചിട്ടല്ല. പലപ്പോഴും കാര്യങ്ങൾ തീരാറാകുമ്പോൾ അവസാനിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതായിരുന്നു, അന്ന് കൊടുക്കേണ്ടതായിരുന്നു, എല്ലാം തീരാൻ പോകുമ്പം ഹല്ലേലൂയ. പണ്ടൊരു കപ്പൽ, ജർമ്മനിയിൽ ഒരു കപ്പൽ അങ്ങ് നാശോത്സവമായി അതങ്ങ് എല്ലാം തകർന്ന്, അതിനകത്തുള്ള ചരക്കുകൾ മുഴുവൻ തകർന്ന് അവസാനിക്കുമെന്ന് കണ്ടപ്പോൾ ആ കപ്പലിൻ്റെ മാനേജർ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, എന്നാൽ ഇനി ഈ കപ്പലിനകത്തുള്ള വസ്തുക്കളെല്ലാം ഇത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഇരിക്കട്ടെന്ന് പറഞ്ഞ് ആ കപ്പലിൻ്റെ മാനേജർ വിളിച്ചു പറഞ്ഞല്ല, the fruitful time, the best time, the fruitful time, that's for Jesus. Children of God, if you are listening, your best time. Yesterday, as you all hear from the word of God very powerfully, with the word of God has speak to each one of you. If you take it valuable, it is not by anybody's compulsion, it is not by pastor's compulsion, it is not by anyone's compulsion, but if you are taking a step, hallelujah, for the Lord, hallelujah, if you are taking, hallelujah, if you are believing in the gospel and you taking a step for the Lord, your life will be a great transforming life, and so many people will come and blessed by you. ശീമോൻ അവിടെ മറ്റു പടകളോട് ആലോചിക്കാനിരുന്നായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ദൈവികമായ കൃപ വെളിപ്പെടത്തില്ല. മറ്റനേകരോട് ആലോചിക്കാനിരുന്നായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. എന്നാൽ ആദ്യത്തെ അപേക്ഷയ്ക്കകത്ത് തന്നെ അവൻ എന്ത് ചെയ്തു? അവനതിന് പെർമിഷൻ കൊടുത്തു, അംഗീകാരം കൊടുത്തു, മുന്നോട്ട് പോയി. കർത്താവ് അവിടെ ആ പടകിലിരുന്ന് പുരുഷാരത്തെ അവൻ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി. നമുക്കിതെല്ലാം അറിയാം. ആ സ്റ്റോറിയൊക്കെ നമ്മൾ 10 വട്ടം 100 വട്ടം നമ്മൾ കേട്ട സ്റ്റോറിയാണ് അല്ലേ? ഇഷ്ടം പോലെ കൺവെൻഷൻ പ്രസംഗങ്ങൾ, ആഴത്തിലേക്ക് വലയിട്, വല പൊക്ക്, വല പിടിക്കുക, ഇതെല്ലാം 100,000 പ്രസംഗം ഇതിനകത്തുനിന്ന് കേട്ടിട്ടുള്ളവരാണ്, 1000. എന്നാൽ ഈ ആഴത്തിലേക്ക് വലയിറക്കാൻ പറയുമ്പോൾ he has the obedience without any questions that will lead to abundance of blessing. Children of God, obedience without any questions will lead us to abundance of blessing. One more time. Obedience without, can you everyone tell please? നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിലേക്ക് അത് പ്രവേശിക്കട്ടെ. Obedience without asking any questions to God will lead to the abundance of blessing. Hallelujah. അബുഡൻസ് തരണമേ, അബുഡൻസ് തരണമേ, അബുഡൻസ് തരണമേ, അബുഡൻസ് തരണമേ എന്ന് പറയണ്ട. ഒബീഡിയൻസിനകത്ത് എന്തുണ്ട്? അനുസരണത്തിനകത്ത് എന്തുണ്ട്? അതിനകത്ത് എന്തുണ്ട്? അബുണ്ടൻസ് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അബുണ്ടൻസിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന വെക്കണ്ട. ഒബീഡിയൻസിനകത്ത് എന്തുണ്ട്? ഒബീഡിയൻസിനകത്ത് എന്തുണ്ട്? വിശ്വാസം ഇല്ലേ ഒബീഡിയൻസിനകത്ത് വെളിപ്പെടുന്നുള്ളത്? അബുണ്ടൻസ് ഉണ്ടാകാനായിട്ട് പ്രത്യേക ഉപവാസ പ്രാർത്ഥന വെക്കണ്ട. ഒബീഡിയൻസിനകത്ത് വിടുതൽ വെളിപ്പെടുമെന്ന്
അതാണല്ലോ നമുക്ക് പാടുള്ള കാര്യം. ഒബീഡിയൻസ് എന്ന് പറഞ്ഞ ഏറിയ മാറ്റി വെച്ചിട്ട് എത്ര വേണേലും നമ്മൾ ബ്ലെസ്സിങ് വയ്ക്കാൻ തയ്യാറാണ്, അല്ലേ? പത്രോസിന് വേണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ മുക്കുവരെ ചെറുതായിട്ട് കാണണ്ട. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് കേരളത്തിൽ വന്ന മുക്കുവ കൂട്ടത്തെ അവർ നിസ്സാരക്കാരല്ല കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് കേരളത്തിൽ ആഞ്ഞടിച്ച 2 പ്രകൃതിക്ഷോഭത്തിനകത്തും കാര്യമായ സഹായം വല്ലതും ചെയ്തത് ഫിഷർമെന്നാണ്. We have clearly seen with our eyes what they done for us. ഞാൻ അതുമായിട്ട് ചിന്തിച്ചപ്പോൾ ഞാനൊന്ന് മനസ്സിൽ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ അവരെക്കുറിച്ച് ചിന്തിച്ചു. അവർ ഓളങ്ങളെയും തിരുമാലകളെയും അവർ വക വയ്ക്കാതെ സ്പീഡിൽ വരുന്നവരാ അവർ. മറ്റുള്ളവരൊക്കെ അറച്ചു. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ ഓളവും തിരുമാലയും ഒന്നും ഇവർക്ക് വിഷയമല്ല. അതിനെ കീറി മുറിച്ചോണ്ടാണ് ഇവർ വന്നത്. അപ്പോൾ ചുമ്മാതാണോ കർത്താവ് ഇവരെ കയറി പിടിച്ചത്? കർത്താവ് ചെയ്യുമ്പം ചുമ്മാതൊന്നും അവിടെ ഇവിടെ ഇരുന്ന് മെനക്കെടുത്തുന്നവരെ ഒന്നും കർത്താവ് പിടിക്കത്തില്ല. അതുമൊന്നും പറഞ്ഞു നടക്കുന്നവരൊന്നുമല്ല കർത്താവ് പിടിച്ചത്. ചീറിപ്പാഞ്ഞ് അവരാ മുഴുവൻ ചെയ്തു. എന്നിട്ട് പാവങ്ങളെ ആരും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുഴുവൻ പണി അവരാ ചെയ്തത്. അപ്പം ഞാൻ ആ ഭാഗം ചിന്തിച്ചു. അവർ ഈ തിരമാലകളെ ഓളങ്ങളെ വകവയ്ക്കാതെ രാത്രിയിലും പകലിലും കാലാവസ്ഥ നോക്കാതെ അവർ ഉൾക്കടലിൽ ഓടുന്നോണ്ടാണ് വല്ലവരും നമ്മളൊക്കെ മീൻ കഴിക്കുന്നത്. അവരുടെ ത്യാഗം അവർ ശരിക്കും ഓടുന്നവരാ. അങ്ങനാണെങ്കിൽ ഈ പത്രോസിന് കർത്താവിനോട് പറയാമല്ലോ, കർത്താവേ നീ കരയിൽ നിന്നുള്ള കാര്യം നിനക്കറിയത്തുള്ളൂ, നടുക്കടലിലെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. നീ കരയിൽ നിന്നല്ലേ പ്രസംഗിച്ചിട്ടുള്ളൂ. നടുക്കടലിൽ ഞങ്ങൾ രാത്രിയിലും പകലും ഒരുപോലെ പോകുന്നവരാണെന്ന് പറഞ്ഞ് അവിടുന്ന് കർത്താവിൻ്റെ പ്രവൃത്തി ആ വചനത്തെ ആക്കി വിടാം, നിസ്സാരമാക്കി വിടാം. എന്നാൽ നിസ്സാരമാക്കി വിട്ടില്ല. കർത്താവ് പറഞ്ഞതിന് എന്തു കൊടുത്തു? വില കൊടുത്തു. ഹലോ ചർച്ച്, കർത്താവ് പറഞ്ഞതിന് എന്തു കൊടുത്തു? കർത്താവ് പറഞ്ഞതിന് എന്തു കൊടുത്തു? വില കൊടുത്തു. ദൈവവചനത്തിന്, ദൈവ പ്രമാണത്തിന് വില കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വചനത്തിന് വില കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ! കടലിനെ പറ്റി എല്ലാം അറിയാവുന്ന പത്രോസ്, ചെറിയ മീനിനെ വലിയ മീനിനെ ആഴങ്ങളെയും അറിയാവുന്ന പത്രോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, the total dependence on the God proved, hallelujah, the abundance, hallelujah. അവന്റെ മുമ്പിലേക്ക് ആ പ്രവൃത്തി വെളിപ്പെടുകയാണ്. എന്താ പത്രോസ്, നീ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തപ്പോൾ നിന്റെ പ്രൊഫഷൻ കൊണ്ട് നീ ചെയ്തതിനപ്പുറമായി, ഹ്യൂമൻ പ്ലാനിന് അപ്പുറമായി, ഹ്യൂമൻ ഇമാജിനേഷൻ അപ്പുറമായി ദൈവത്തിന്റെ കരം ചലിക്കുന്നതായി പത്രോസിന്റെ മുമ്പിൽ കാണുവാനിടയായി തീർന്നു. Yes, abundance. You can stand. The abundance in one's life. You can have a seat, please. If you believe in Jesus, Peter has gave his life to Jesus. Peter has gave his life to Jesus. He was doing many things in the world, but he gave his life to Jesus. The abundance of blessing came to his life. If you give your life to Jesus, what all the areas you have the problems, you have the shutdown, God will, hallelujah, rise you, hallelujah. Peter life became a great blessing. Hallelujah. The things has changed in Peter's life, and he was obedient to God's word. Even Jesus said to him, hallelujah, and he was in a total dependent upon the God's word, and he put the net accordingly, and with his eyes he see the amazing work of God in the sea. Tonight, you have not only give half life to God, you have to give your full life to God. God will change your life.
If you have any shortcomings in your life, if you come before the presence of God, if you need a prayer, hallelujah, the Holy Spirit can change your life, hallelujah, upside down, hallelujah. Now, hallelujah, he is knowing his life, hallelujah, was not in a mess. My Jesus, hallelujah, and hallelujah, has provided the abundance. It shows, the Peter's life shows the total dependence without asking any questions. See, we can see afterwards, when he see the abundance of blessing, he was supposed to leave from there. Jesus, this is enough. I have got everything. I have the material blessing. So thank you, Jesus. I'm going. Thank you, Jesus. I have car. Thank you, Jesus. I have house. Thank you, Jesus. I have this much of house. I have 2 houses. Thank you, Jesus, I have 3 houses. Thank you, Jesus, I have 2 cars. No. I am not satisfied with the material blessing. I have to do something in this my spiritual area. Where is your spiritual area? Where is your spiritual life? That has to be connected with the power of Holy Spirit can only change your life. Holy Spirit can only change your life. No human can change your life. At this moment, Holy Spirit is speaking to you right now. Holy Spirit is speaking to you. Only Jesus can change your life. Amen. Hallelujah. Glory to God. Yes, Jesus can change your life. Yes, Jesus can change our life. Jesus can, hallelujah, make some miracle in our life. If you believe in the word of God, that is the truth, hallelujah. Jesus says, I am the way, the truth and the life. No one comes to the Father except through me. It is not by any human method. It is not by any human plan, but that's only by the plan of Heavenly Father. Because through His Son, He has shown the mercy. Tonight, hallelujah, if you are, hallelujah, if you need the presence of God in your life, surely, if you give your heart to the Lord, hallelujah, His grace, hallelujah, will shape you, your life, hallelujah. Now, what happened to his life? He came before the Lord. Shimon Patros അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീഴുകയാ. Why he fell down before Jesus? I am a sinner. Not by any blessing, I know you. But I'm a sinner. I am a sinner. Lord, you can only help me. Through this blessing, I am not satisfied. I have to do something with my spirit. If I am going to be a great loser in this world, if I get all the material blessings, at the end of the day, I have no connection with my spirit with the Lord, I am going to end up somewhere. But Peter came to the presence of God and he kneeled before Jesus and asking to Jesus, thank you, Lord. Thank you, Lord. യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. I am a sinner. You leave me. I am a sinner. If you humble yourself before the presence of God, സഭ പ്രാർത്ഥിക്കട്ടെ. If you humble before the presence of God, not by any human methods, right now, right now you will feel the presence of God in your life. You are going to be free in the name of Jesus. Not by any material.
Peter came and fell down before Jesus. I am a sinner. That is confession. I am a sinner. He became humble before the presence of God. He was telling, I am not satisfied with the blessing. The emptiness in my life, he has submitted before the presence of God. Where is our spiritual emptiness be, hallelujah, taken out? It's only by the total dependency on the God. The greatest blessing is, it is the cure of greatest disease called as sin. The greatest blessing in one's life is the cure of the greatest disease, sin. No human can forgive your sins. No human can change your life. It is by the work of Holy Spirit. So the Apostle Peter, his life became changed because he humbled before the God. And he has the forgiveness of the sins. കർത്താവേ, വെറും നന്മകളായി അവസാനിക്കുകയല്ല. We are calling a God. We are asking the forgiveness of sins. കർത്താവേ, ആ നോളജിലേക്ക് പീറ്ററിൻ്റെ ലൈഫ് മാറ്റപ്പെട്ടു. Can we all stand on our feet? Can we all stand on our feet? We have to be covered by his everlasting mercy, everlasting love, only through Jesus Christ. Only through Jesus Christ. Oh, Rikabala Shantala Vaushia Rabalaba. No one in this world. No one in this world can change his life. He came to the humble acknowledgement of his unworthiness in the presence of Jesus. I am not worthy. It is not the blessing. It is not the material blessing made to say that word, I am unworthy. Depart from me. I am a sinful man. കർത്താവേ, ആ ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. Prepare ourselves to meditate on this word, Lord. Let our life be a great blessing. We know you and you know us more than we know you. കർത്താവേ, നീ ഞങ്ങളെ അറിഞ്ഞത് ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ. We are going to praise and honor Lord's name, worship in truth and spirit. Oh, hallelujah. Thank you, Jesus. Thank you, Lord. We are going to worship him in spirit and truth. Yes. വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് കർത്താവിനെ വാഴ്ത്താം, ആരാധിക്കാം. Thank you, Jesus. Thank you.